നൈജീരിയയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും ശുഭകരമല്ല. ഏതാണ്ട് 2000-ലധികം ആൾക്കാരെ മതത്തിൻ്റെ പേരിൽ അവിടെ കശാപ്പ് ചെയ്തിരിക്കുന്നു. ഇസ്ലാമിക ഭീകര സംഘടനകൾ റാഡിക്കൽ ഫോഴ്സസ് നൈജീരിയയുടെ ഭൂരിഭാഗം പ്രദേശത്തും പിടിമുറുക്കിക്കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇന്നിതാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൈജീരിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം നൈജീരിയയെ രണ്ടാക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് നൈജീരിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അമേരിക്കൻ സൈന്യം നൈജീരിയയിൽ എത്തുമോ? നൈജീരിയയിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കൻ പട്ടാളക്കാർ തോക്കുമായി ഇരച്ച് കയറും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നൈജീരിയയുടെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് രണ്ട് പാർട്ടായിട്ട് നമ്മൾ തിരിക്കുകയാണെങ്കിൽ, ഒരു പാർട്ട് ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളത്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം കോൺസെൻട്രേഷനാണ്, ഭൂരിപക്ഷമാണ്. മറ്റ് സ്ഥലങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അവിടെയും ലഘുവായിട്ടുള്ള ഒരു 20-25% മുസ്ലിങ്ങളും ഉണ്ട്. ഇങ്ങനെ ഉള്ള ഒരു രാജ്യത്ത് ഒരു കാലത്ത് നൈജീരിയ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാഷ്ട്രമായിരുന്നു. അതിനു മുമ്പ് അത് ഗോത്രവർഗങ്ങളുടെ, ഈ കറുത്ത വർഗക്കാരുടെ, ഈ ആഫ്രിക്കൻ ഗോത്രവർഗങ്ങളുടെ ഒരു വിളനിലമായിരുന്നു നൈജീരിയ. അവരെയാണ് കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവന്നത്, എത്യോപ്യ പോലെ. അതെ, അതിൻ്റെ പുറകെ അവിടെ ഇസ്ലാം എത്തി. ഇസ്ലാം ഇന്നിപ്പോൾ വൻ ഒരു റാഡിക്കൽ ഫോഴ്സായി മാറിക്കൊണ്ട് നൈജീരിയ പൂർണ്ണമായിട്ടും ഇസ്ലാമികവൽക്കരിക്കാൻ, അവിടെ നിന്ന് ക്രൈസ്തവരെ തുടച്ചു നീക്കി മുഴുവൻ ആൾക്കാരെയും ഇസ്ലാമിലേക്ക് ചേർത്തുകൊണ്ട് ഒരു ഇസ്ലാമിക രാജ്യമാക്കി ഇസ്ലാമിക ഭരണകൂടത്തെ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ അവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. പേരുകളിലൊക്കെ ഉള്ളു വ്യത്യാസം. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മുടെ ISIS-ഉം അല്ലെങ്കിൽ താലിബാനും അല്ലെങ്കിൽ ഹമാസ് അല്ലെങ്കിൽ ഹൂതികൾ അല്ലെങ്കിൽ ഹിസ്ബുള്ള, അങ്ങനെയൊക്കെയുള്ള ബോക്കോ ഹറാം, ഇങ്ങനെയൊക്കെയുള്ള പേരുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ലക്ഷ്യം ഒന്ന് തന്നെ, നൈജീരിയയുടെ ഇസ്ലാമികവൽക്കരണം, ഖലീഫ, അതെ, ഖാലിഫേറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഈ നൈജീരിയ അല്ലെങ്കിൽ തന്നെ ലോകരാഷ്ട്രങ്ങളുടെ വളരെ കുപ്രസിദ്ധമായിട്ടുള്ളത് അവിടെയുള്ള തട്ടിപ്പുകളുടെ പേരിൽ രാജ്യം വളരെ പ്രശസ്തമാണ്, കുപ്രശസ്തി ആർജിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപ് ഇപ്പോൾ ഇറാഖിനെ പോലെ അടുത്ത ഒരു സൈനിക നടപടികളിലോട്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത് വെറുതെ തോക്കുമായിട്ട് കുറച്ച് പട്ടാളക്കാർ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നുള്ളത്, ക്രിസ്ത്യാനികളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള പ്രഖ്യാപനത്തോടെയാണ് ട്രംപ് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു ഡിപ്ലോയ്മെൻറ്റ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നൈജീരിയയിൽ പ്രതീക്ഷിക്കാം. നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദികൾ ബോക്കോ ഹറാം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അവരൊരിക്കൽ 845 സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വളരെ മൃഗീയമായിട്ടുള്ള IS-ൻ്റെ എല്ലാ ക്രൂരതകളുടെയും മാനിഫെസ്റ്റേഷനാണ് ബോക്കോ ഹറാം. അപ്പോൾ അത് അവിടെ വളരെ ശക്തി പ്രാപിച്ചു വരുന്നത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു, അവിടെ ശക്തി പ്രാപിച്ചു വരുന്നത്. പക്ഷേ ഇത് എല്ലാ പ്രപ്പോർഷനിൽ നിന്നും ബ്ലോണപ്പായി ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു ബുച്ചറിങ് ആയിട്ട് ഒരു മാറിയിരിക്കുന്ന അവസ്ഥയിലാണ് ട്രംപിന് ഇടപെടേണ്ടി വരുന്നത്. അതെ. അപ്പോൾ ലോക സമാധാനം, പിന്നെ ഒത്തുതീർപ്പ്, വെടിനിർത്തൽ എന്നൊക്കെ ഒരറ്റത്ത് പറയുന്നുണ്ടെങ്കിലും വേറൊരറ്റത്ത് പൂർണ്ണമായിട്ടുള്ള യുദ്ധം. അമേരിക്ക എപ്പോഴും ഏതെങ്കിലും ഒരു രാജ്യത്തിലെ യുദ്ധമുഖത്ത് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അവരുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 50 വർഷത്തിനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് അസമാധാനം ഉണ്ടാക്കുന്നതിനകത്ത് അമേരിക്ക ഉണ്ടാവും. കാര്യം അവർക്ക് അവരുടെ സൈനിക ഉപകരണങ്ങൾ വിൽക്കണം, ആയുധങ്ങൾ വിൽക്കണം, പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കണം. അങ്ങനെ ഈ ചിലവുകളെല്ലാം ചെല്ലുന്ന രാജ്യത്തിൽ നിന്ന് ഈടാക്കുന്നതാണ് അമേരിക്കയുടെ തന്ത്രം. അതെ, അല്ലെങ്കിൽ അവിടുത്തെ വിഭവങ്ങളിൽ നിന്ന് കൊള്ളയടിക്കുക എന്നുള്ളത്. അപ്പം അതേ രീതിയിൽ ഓയിൽ റിച്ചാണ് നൈജീരിയ. ഈ അക്രമങ്ങൾ കാരണമൊക്കെയാണ് നൈജീരിയ പലപ്പോഴും ഇതുവരെയും അത് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ മുന്നേറാൻ സാധിക്കാത്തത്. ഈ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളും പിന്നെ കടൽ കൊള്ള, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ആ രാജ്യം ഇടപെട്ടു പോയതുകൊണ്ടാണ് രാജ്യത്തിന് മുന്നേറാൻ സാധിക്കാത്തത്. അതെ, ഇന്ത്യയെ പോലെ ഒരുപാട് പ്രകൃതി വിഭവങ്ങളും വളരെ ഓയിൽ റിച്ചുമായിട്ടുള്ള ഒരു കൺട്രിയാണ് നൈജീരിയ. പക്ഷേ കഴിഞ്ഞ 50 വർഷമായിട്ട് അവിടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയിൽ തീവ്രവാദികൾ കൂടുതൽ ശക്തിയാർജിക്കുകയും അവരിപ്പോൾ ഒരു പ്രദേശം തന്നെ അവരുടെ കയ്യിൽ പൂർണ്ണമായിട്ടുള്ള കൺട്രോളിലായി കഴിഞ്ഞിരിക്കുന്നു. അതെ. ഇനി ഇന്ത്യയുടെ വഴിയെ എനിക്ക് തോന്നുന്നത് നൈജീരിയയും ക്രൈസ്തവ ഇസ്ലാമിക രാഷ്ട്രങ്ങളായിട്ട് 2 രാഷ്ട്രങ്ങളായിട്ട് പിരിയുക എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ള ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് മുന്നിൽ കാണുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെല്ലായിട്ട് നമുക്ക് ഈ ട്രംപിൻ്റെ പ്രഖ്യാപനത്തിനെ കാണാം. കാര്യം ക്രൈസ്തവർ കൂടുതലുള്ള സ്ഥലങ്ങളിലോട്ട് അവരുടെ പട്ടാളം തമ്പടിക്കുകയും അവിടെയുള്ള ഇസ്ലാമിക തീവ്രവാദികളെ അമർച്ച ചെയ്യുകയും ചെയ്ത് അതിനൊരു സ്വതന്ത്രമായ ഒരു രാജ്യമായിട്ട് ക്രൈസ്തവ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്താൽ നൈജീരിയയിൽ സമാധാനം ഉണ്ടാവുമെന്നുള്ളത് ലോകത്ത് എല്ലാവർക്കും അറിവുള്ളൊരു കാര്യമാണ്. അത് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ പ്രഖ്യാപനത്തിൻ്റെ പ്രത്യേകത. വളരെ കൃത്യമായിട്ട് ട്രംപ് പറഞ്ഞല്ലോ, ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന ഈ വംശഹത്യ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല. ക്രിസ്ത്യാനികളുടെ രക്ഷയ്ക്ക് വേണ്ടി അമേരിക്ക അരയും തലയും മുറുക്കി രംഗത്തിറങ്ങും എന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നിലവിൽ നൈജീരിയയിലെ ഈ മുസ്ലിം തീവ്രവാദികളെ, ഭീകരന്മാരെ UAE ആണ് സഹായിക്കുന്നത് എന്നൊരു ആക്ഷേപമാണ് വരുന്നത്. UAE. അപ്പോൾ ഈ അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ഇത്തരത്തിലുള്ള ഈ ക്രിസ്ത്യൻ വംശഹത്യ, ഈ കൂട്ടക്കുരുതി, ഇതൊക്കെ ചെയ്യാൻ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് കഴിയില്ല. അതിനെ അറബ് രാഷ്ട്രങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന ഒരു വലിയ സത്യം കൂടി പുറത്തു വരികയാണ്. ഈ അവസരത്തിൽ അറബ് രാഷ്ട്രങ്ങളുമായിട്ട് മികച്ച ബന്ധത്തിൽ പോകുന്ന ഒരു പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. ഈ സാഹചര്യത്തെ നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യാൻ കഴിയും? അല്ല, ഒരു ഡിപ്ലോമാറ്റിക് ലെവലിൽ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ടാണ് മിലിറ്ററി ആക്ഷന് വേണ്ടിയിട്ട് ട്രംപ് ഉത്തരവിട്ടേക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരമുള്ള ഉത്തരവെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന യുദ്ധത്തിന് വേണ്ടിയിട്ടും പിടിച്ചടക്കലിന് വേണ്ടിയിട്ടും ഉള്ള ഒരു സന്നാഹമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി. ഇപ്പം ഇറാഖിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും അവരുടെ സൈന്യത്തെ ഉപയോഗിച്ചിട്ട് കീഴടക്കുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം. അവർ ഇന്നുവരെ ഒരിടവും വിജയിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു രസമാണ്. അപ്പോൾ അവർ വിജയിക്കാൻ അവരുടെ ആയുധ കച്ചവടം നടക്കും, ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക ലാഭം ഉണ്ടാകും, അതൊക്കെ അവർ നടത്തിയെടുക്കും. അതെ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, തുർക്കി തുടങ്ങിയ തീവ്ര ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പിന്തുണ ഇല്ലാതെ ഇതൊന്നും നടക്കുക സാധ്യമല്ല. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ 2 ഭാഗത്ത് 2 സമുദായങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് 2 മതവിശ്വാസികൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥിതിക്ക് അതിന് ഇപ്പോൾ ആഫ്രിക്കയിൽ പലയിടത്തും സുഡാനിലും ഒക്കെ ഇത് തന്നെയാണ് പ്രശ്നം വരുന്നത്. അവിടെയൊക്കെ സുഡാനിലേക്കുള്ള മരണവും അതിലത്തെ കൊലപാതകമൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിത്തെരിച്ചു പോകും. വളരെ ഭീകരമാണ്. മൃതശരീരങ്ങൾ അടുക്കിയിട്ടേക്കുന്നു എന്നുള്ളതാണ് ഉപഗ്രഹ ചിത്രം. കഴിഞ്ഞ ദിവസം ഈ നൈജീരിയയുടെ ഉപഗ്രഹ ചിത്രം പുറത്തുവിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ മൃതദേഹങ്ങൾ കുന്നുകൂടി കിടക്കുന്നു. അതുപോലെ തന്നെ ഈ ചോര ഇങ്ങനെ മണ്ണിൽ തളം കെട്ടി നിൽക്കുകയാണ്. മണ്ണാകെ നനഞ്ഞു കുതിർന്ന് ചോര, ഈ ചെറിയ ഒരു ജലാശയം പോലെ ചോര ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. ഇത് ചില ഉപഗ്രഹ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2000 ഒന്നും അല്ല, അതിനേക്കാൾ കൂടുതൽ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ അതിഭീകരമായ കൂട്ടക്കൊലയാണ് നൈജീരിയയിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഈ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ നിന്ന് ട്രംപ് ഇത്ര ശക്തമായിട്ട് ക്രിസ്ത്യാനികളെ പിന്തുണച്ച് നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ രക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഒരു ഈ ഘട്ടത്തിൽ ഒരു വഴിത്തിരിവായിട്ടാണ് കാണേണ്ടത്. ഈ വിഷയത്തെ ഒരു ഇന്റർനാഷണൽ വിഷയമാക്കാൻ അത് സഹായിച്ചു. ഇറാഖിലെ അധിനിവേശം പോലെ തന്നെ നൈജീരിയയിലും ഒരു അമേരിക്കൻ അധിനിവേശം ഉണ്ടാകുകയും അവിടെ അതിശക്തമായ രീതിയിൽ ഇപ്പോൾ എണ്ണ നൈജീരിയയിലുണ്ടെങ്കിൽ ഉറപ്പാണ് അമേരിക്ക അവിടെ പറന്നെത്തും. കാരണം ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും തേൻ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് അത് അന്വേഷിച്ച്, ഉറുമ്പിനെ ആരും ക്ഷണിക്കണ്ട, അത് അന്വേഷിച്ച് അവിടെ എത്തിക്കൊള്ളും എന്ന് പറയുന്നത് പോലെയാണ്. എണ്ണ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അത് അമേരിക്ക അവിടെ എത്തും. പ്രത്യേകിച്ചും ട്രംപ് അവിടെ പറന്നെത്തും എന്നുള്ള കാര്യം തീർച്ചയാണ്.